ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു വാഹനമായിട്ട് തന്നെയാണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ LXi 2017 മോഡൽ വാഹനമാണ്. പെട്രോൾ 94,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. നിലവിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. കമ്പനി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പുതിയ സീറ്റ് കവറ്, സെൻട്രൽ ലോക്ക് എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പുറംമൂടിയിൽ തന്നെ നല്ല ഗ്ലേസിങ് കൂടി കൂടിയിട്ട് തന്നെ കാണാൻ കഴിയുന്നത്. എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിങ് കൂടി കൂടിയിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ്. AC ഒക്കെ അത്യാവശ്യം കൂളിംഗ് ഉണ്ട്. സീറ്റ് കവറൊക്കെ അടിപൊളി ലെതറിൻ്റെ റെക്സോണിൻ്റെ അടിപൊളി സീറ്റ് കവർ തന്നെയാണ്, പുതിയതാണ്. പിന്നെ ഡോറിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊന്നും ചളി കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. ഫ്ലോറിലൊക്കെ നല്ല മാറ്റൊക്കെ വിരിച്ചിട്ട് തന്നെയാണ് വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പാസഞ്ചർ സൈഡ് വരുമ്പോഴും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എവിടെയും തന്നെ ഒരു കറ പോലും ഇല്ല. ഈ വാഹനത്തിന് പുതിയൊരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷനാണെന്ന് തന്നെ പറയാം. വാഹനത്തിൻ്റെ ഇഞ്ച് റൂം നോക്കാം. ഇഞ്ച് റൂമിലോട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അപ്രൈസറിൽ എന്തെങ്കിലും മടിയോ ക്ഷതമോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് അഴിച്ചുപണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് നോക്കുമ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ അപ്രൈസറിലൊന്നും കാര്യമായിട്ട് ഒരു ഇളക്കോ തട്ടലോ മുട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പുതിയ ബാറ്ററിയാണ് കേട്ടോ ആമറോണിൻ്റെ. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് എഞ്ചിൻ റൂം കാണുന്നത്. എനിക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ഇത്രയും സൂം ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബമ്പർ ഭാഗങ്ങളുള്ള ആ കമ്പനി തരുന്ന സീല് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ റൂഫ് നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. കറായൊന്നും കാര്യമായിട്ടില്ല. നല്ല ഇതായിട്ട് തന്നെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിക്കി ടയർ ഇരിക്കുന്ന ഭാഗങ്ങളിൽ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രഷ്നെസ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു തുരുമ്പൊന്നും കാണുന്നില്ല, കറ പോലും കാണുന്നില്ല. ടയറൊക്കെ ഒരു ആവറേജ് ടയറാണ് കേട്ടോ സ്റ്റെപ്പിനുള്ളത്. പിന്നെ ടയർ ഭാഗങ്ങൾ വരുമ്പോൾ ഫ്രണ്ട് ടയർ പുതിയ ടയർ ആണ് തന്നെ പറയാം. ഒരു 80% ടയർ വരുന്നുണ്ട്. ബാക്ക് ടയർ അതുപോലെ തന്നെ പുതിയ ടയർ തന്നെയാണ്, ഫുൾ ടയർ തന്നെ പറയാം. ഈ വാഹനത്തിൻ്റെ മൊത്തത്തിൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഒരു ഷോറൂം നിലവാരത്തിലുള്ള വാഹനം പോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 2,65,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ റേറ്റാണ്. നിങ്ങൾ ഈ വാഹനം ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ, നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുകയാണെങ്കിലോ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ, പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ആ ദേശീയപാതയിലാണ്. മണ്ണാർക്കാട് എന്ന സ്ഥലത്തുള്ള ഒരു TVS ബൈക്ക് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റുള്ള യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വാഹനം ഇപ്പോൾ ഉള്ളത്. ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിലോ ഈ വാഹനം നിങ്ങൾക്ക് എടുക്കണമെങ്കിലോ അത്യാവശ്യം നിങ്ങൾക്ക് നമ്പർ ഇതിൽ കുറിച്ച് തന്നിട്ടുണ്ട്, അതിലേക്ക് വിളിക്കുക. ഈ വാഹനം ഇഷ്ടപ്പെടുന്നവർ മാത്രം വിളിച്ചാൽ മതി. ഈ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വിളിച്ചാൽ മതി. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് വാങ്ങാനുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ, അതുപോലെ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ, എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.